ഇപ്പോൾ യുകെയിലുള്ള പലരും ചിന്തിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന ലേബർ ഗവൺമെന്റ് എന്തിനാണ് നമുക്കിട്ട് ഈ പണിയെല്ലാം തരുന്നതെന്നാണ്. ഹോം സെക്രട്ടറി ഇവറ്റ് കൂപ്പർ പറഞ്ഞത് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഒരു കംപ്ലീറ്റ് റീസെറ്റ് ആണ് എയിം ചെയ്യുന്നതെന്നാണ്. അതായത് യുകെയുടെ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റിനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഏകദേശം 1 മില്യൺ ആൾക്കാരെയാണ് യുകെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നത്. 2019 വെച്ച് നോക്കുമ്പോൾ ഏകദേശം 4 ഇരട്ടിയോളം വരും. ഗവൺമെന്റ് മൈഗ്രന്റ് വർക്കേഴ്സിന് വേണ്ടി ഒരുപാട് പൈസ ട്രെയിനിങ്ങിനും മറ്റുമായിട്ട് ഇതുവരെ ചെലവാക്കി. ഇനി അവർ ഫോക്കസ് ചെയ്യുന്ന യുകെ റെസിഡൻസിന് അവരുടെ എംപ്ലോയേഴ്സ് വഴി ട്രെയിനിങ്ങിനും മറ്റും പണം ചെലവാക്കാനാണ്. അതുപോലെ തന്നെ കുറേ പേരെ പല വിസകളിലായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി സ്കിൽസും ലാംഗ്വേജ് റിക്വയർമെന്റ്സും കൂട്ടുന്ന വഴി യുകെയിലേക്കുള്ള മൈഗ്രൻസ് യുകെയുടെ എക്കണോമിക് സൊസൈറ്റിക്കും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പോഴുള്ള ലേബർ ഗവൺമെന്റിന് ഇവിടുത്തെ ജനങ്ങളുടെ അടുത്ത് നിന്ന് നല്ല പോലെ മൈഗ്രൻസിനെ കൊണ്ടുവരുന്നതിന് നല്ല പ്രഷറാണുള്ളത്. പാർലമെന്റിലൊക്കെ ചർച്ചയൊക്കെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് റീഫോം പാർട്ടി അടിച്ചു കയറി വരുന്നതാണ് അവരുടെ മെയിൻ പ്രശ്നം. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പോലെ അവരുടെ സ്ട്രാറ്റജി കോപ്പി അടിച്ചാണ് ഇപ്പോൾ ലേബർ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിലൊക്കെ ബലിയാടുകളാകുന്നത് നമ്മളാണെന്ന് മാത്രം. അതായത് നേരായ വഴിയിൽ കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇവിടെ വന്ന നമ്മളെ പോലുള്ള ആൾക്കാരാണ് കഷ്ടപ്പെടുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. ഒന്ന്, സ്കിൽഡ് വർക്കേഴ്സ്. കാരണം പുതിയ ആപ്ലിക്കൻസിന് ടൈറ്റർ ആയിട്ടുള്ള സ്കിൽസും സാലറി റിക്വയർമെന്റ്സും മീറ്റ് ചെയ്താലേ ഇങ്ങോട്ട് വരാൻ പറ്റൂ. 2, ലോ സ്കിൽഡ് വർക്കേഴ്സ്. കാരണം സോഷ്യൽ കെയർ വിസ റൂട്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. പിന്നെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലെ 111ഓളം ജോലികൾ വെട്ടി ചുരുക്കുകയും ചെയ്തു. 3, ഇവിടെ ജോലി കൊടുക്കുന്ന എംപ്ലോയേഴ്സ് അവർക്കും പണിയാണ്. അതായത് ഇമിഗ്രേഷൻ സ്കിൽ സർചാർജ് 30% അവർ കൂട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓവർസീസിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. 4, ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൽ വന്ന മാറ്റങ്ങളും അതിലെ പോസ്റ്റ് സ്റ്റഡി വർക്ക് PSWന്റെ കാലാവധി വെട്ടിച്ചുരുക്കുകയും ചെയ്തതോടെ അങ്ങനെയും പണി കിട്ടി. 5, ഇവിടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർ. അതായത് ഗൾഫിൽ കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് പേരാണ് ഇവിടെ ഫാമിലി ആയിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ഒറ്റ കാരണത്തിൽ അവിടുത്തെ നല്ല ജോലിയും കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ഡിപ്പെൻഡൻസിനുള്ള സാലറിയും റിക്വയർമെന്റ്സും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ നിർബന്ധമാക്കിയത് കാരണം അങ്ങനെയും പണി കിട്ടി. എന്തായാലും കൊള്ളാം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും വല്ലാത്ത ഒരു ചതിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്തോ. ഇതുപോലുള്ള ഇമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും ഒരുപാട് വരാനുണ്ട്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.